ഇനി നമ്മളുടെ വ്യത്യസ്തമായ സെഗ്മെന്റ്, നമ്മളുടെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് കൂടുതൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന സെഗ്മെന്റ് ഓപ്പൺ മൈൻഡ്. ആൻഡ് ഈ സെഗ്മെന്റിൽ ഇതാ വേദിയിൽ എത്തുന്നു our next contestant Vijitha for the first time on Swad Vanitharatnam powered by Bhima Jewelers. Vijitha, ചേച്ചി സ്വാഗതം. താങ്ക് യു. ചെന്നൈയിൽ നിന്നും അതെ. ഇവിടെ എത്തുന്നു ഈ പാലക്കാട്ടുകാരി അല്ലേ? അതെ. ചെന്നൈയിലെ ഹസ്ബൻഡും മോളുണ്ട്, മോളുണ്ട്. മോളുടെ പേര് ഗായത്രി. ഗായത്രി. മോൾക്ക് എത്ര വയസ്സായി? മോൾക്ക് 3 വയസ്സായി. 3 വയസ്സായി. വിജിത ഇവിടെ എത്തുന്നത് തന്നെ വിജിതയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 പേരുടെ കൂടെയാണ്. അവരാരാണ് കൂടെ എത്തിയിരിക്കുന്നത്? മെയിൽ ഫ്രണ്ട് ആയിട്ട് വന്നിട്ടുള്ളത് എൻ്റെ കസിൻ തന്നെയാണ്, പേര് ഹരികൃഷ്ണൻ. പിന്നെ ഫീമെയിൽ ഫ്രണ്ട് എൻ്റെ കൂടെ PG ചെയ്തിട്ടുള്ള ജയലക്ഷ്മി. ഓക്കെ, സോ അപ്പൊ എന്തായാലും ഹരികൃഷ്ണൻ ആൻഡ് ജയലക്ഷ്മിന്റെ പ്രസൻസും നമുക്ക് ഓപ്പൺ മൈൻഡിൽ ആവശ്യമാണ്. സോ അവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. ഹായ് ഹരികൃഷ്ണൻ ആൻഡ് ജയലക്ഷ്മി, സ്വാഗതം. വിജിതന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരായിട്ടാണ്, കസിൻ ആയിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. റൗണ്ടിനെ കുറിച്ച് പൂർണ്ണ വിവരം ഉണ്ടല്ലോ, എന്താണെന്ന് അറിയാം. ആദ്യം നമ്മൾ തുടങ്ങുന്നത് വിജിതയെ കുറിച്ച് തന്നെ ഞങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ നൽകുകയാണ്. പക്ഷേ ഏറ്റവും അടുത്ത കൂട്ടുകാരി എങ്ങനെ പറയും അല്ലെങ്കിൽ കൂട്ടുകാരൻ എങ്ങനെ പറയും ആ രീതിയിൽ വേണം. ഇൻ തേർഡ് പാർട്ടി. യു റെഡി? റെഡി. Well, let's get started then. Here we begin Vijita's open mind. Your time starts now. നമസ്കാരം. ഞാനിവിടെ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തെയാണ് ഞാൻ നിങ്ങൾക്ക് കാഴ്ചവെക്കുന്നത് ഇവിടെ. നമുക്കൊക്കെ ചിലരെ കണ്ടാൽ തോന്നില്ലേ, ഇയാളെ ഞാൻ പരിചയപ്പെട്ടത് എനിക്ക് ഒരുപാട് ഭാഗ്യമായും തോന്നില്ലേ? അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആൾ നല്ലൊരു ഡാൻസറാണ്. പിന്നെ എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു മനസ്സുള്ള ഒരു കുട്ടിയാണ് അവൾ. വളരെ ഒരു സിറ്റുവേഷൻ വളരെ ഉത്സാഹമാക്കാൻ അവളെ കൊണ്ട് സാധിക്കും. ഞാൻ അവൾക്ക് കാണുന്ന ഒരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ, അവൾക്ക് പരദൂഷണം പറയണത് കേൾക്കാനും അത് തിരിച്ച് പറയാനും ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടറാണ്. ഞാൻ അവൾക്ക് കാണുന്ന ഏറ്റവും വലിയൊരു പോസിറ്റീവ് അത് തന്നെയാണ്. പിന്നെ ഞാൻ അവൾക്ക് കാണുന്ന നെഗറ്റീവ്, എല്ലാവരെയും പോലെ അവൾക്കും ഉണ്ട് നെഗറ്റീവ്. അവൾ ലേശം ദേഷ്യക്കാരിയാണ്, അതെല്ലാവരും അങ്ങനെയാണ്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് അവളിൽ ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടർ, അവളൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ നമ്മളൊരു പക്ഷേ എന്തെങ്കിലും ചോദിച്ചാൽ പോലും അവൾ അറിയില്ല. ഒരു കാര്യത്തിൽ അവൾ ഇൻവോൾവ് ആയാൽ നമുക്ക് നമ്മളോട് എന്താണ് അവളോട് പറയുന്നത് പോലും ഒരു പക്ഷേ അവൾ അറിഞ്ഞിരിക്കില്ല. അവൾക്ക് അറിയണ്ടാവില്ല അവൾ ചെയ്യുന്നത് എന്താണ്, പക്ഷേ നമുക്കതൊരു പക്ഷേ ഫീൽ ചെയ്യും. അതാണ് ഞാൻ കാണുന്ന ഒരു നെഗറ്റീവ് പോയിന്റ്. സോ എനിക്കിഷ്ടപ്പെട്ട വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ ആ ഫ്രണ്ടിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അവളുടെ പേര് വിജിത പത്മകുമാർ. താങ്ക് യു വെരി മച്ച് വിജിത. ഡെഫിനറ്റ്ലി വിജിതനെ കുറിച്ച് കൂടുതൽ നമ്മൾക്കറിയാൻ സാധിച്ചു. ഇനി നമ്മളുടെ ജഡ്ജസ് ക്വസ്റ്റ്യനിങ് സെഗ്മെന്റ് ആണ്. വിൽ സ്റ്റാർട്ട് വിത്ത് യു ഡോക്ടർ വിപിൻ. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, വിജിതയുടെ സെലക്ഷൻ. ഞാൻ വിചാരിച്ചു വിജിതയുടെ കൂടെ വരുന്ന വിജിതയുടെ ഹസ്ബൻഡ് ആയിരിക്കുമെന്ന്. ഹസ്ബൻഡിന് പകരം കസിൻ വന്നു. അതിൻ്റെ കാരണം ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ചെറുപ്പം മുതലേ എന്നെ അറിയാവുന്ന വളരെ ക്ലോസ് ആയ ഒരാളാണ്. കസിനോട് വളരെ ക്ലോസ് ആണ്. അപ്പോൾ വിവാഹശേഷം സാധാരണഗതിയിൽ വനിതാരത്നം പോലുള്ള പ്രോഗ്രാമിലൊക്കെ വരുമ്പോൾ നമ്മൾ കസിനോടൊക്കെ ക്ലോസ് ആണെങ്കിൽ ആഫ്റ്റർ മാരേജ് ഫസ്റ്റ് പ്രയോറിറ്റി ഹസ്ബൻഡിനാണ് ചിലപ്പോൾ കൊടുക്കുക. വിജിത അങ്ങനെയല്ല എന്നാണോ അതിൻ്റെ അർത്ഥം? ഒരിക്കലും അല്ല. എൻ്റെ ഹസ്ബൻഡിന് ഇപ്പോൾ വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഒന്ന് വരുമോ ഉണ്ണിയേട്ടാന്ന് ചോദിച്ചപ്പോൾ എന്ത് ചെയ്യാനാ, എനിക്ക് വരാൻ പറ്റില്ല. ആള് ടാറ്റ AG ഓപ്പറേഷണൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. പണി ഒരുപാട് പണിയുണ്ട്. ഇവിടെ വന്നാൽ ഒരു പണി കിട്ടും അല്ലെ കൊടുക്കാൻ പറ്റുമെന്നൊരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞില്ലായിരുന്നോ? അതറിയാം. നിനക്ക് പേടിക്കണ്ട, നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അടുത്ത റൗണ്ടിൽ ഞാൻ എന്തായാലും ഉണ്ടാവും നിന്റെ കൂടെ, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, എനിക്ക് സജസ്റ്റ് ചെയ്തു, നീ കൊണ്ടുപോവാണെങ്കിൽ നീ ഹരിയേട്ടനെ കൊണ്ടുപോയിക്കോ, നിന്നെ നന്നായിട്ട് അറിയണം, നിന്റെ കസിൻ അല്ലേ. അത് നിന്റെ കസിൻസിൽ ആരെയും നീ കൊണ്ടുപോയാലും പ്രശ്നമില്ല. ഇപ്പൊ ഹരിയേട്ടനാവുമ്പോൾ ആൾക്ക് ലീവ്, ആള് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണ്, ആൾക്ക് ഒരു പക്ഷേ ലീവ് കിട്ടാൻ സാധ്യതയുണ്ട്. അതെ, അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നീ ഹരിയേട്ടനെ ഫസ്റ്റ് പ്രിഫർ ചെയ്തോളൂ എന്ന് പറഞ്ഞത് എന്റെ ഹസ്ബൻഡാണ്. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ആ ഉണ്ണിയേട്ടൻ വന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് പണി എന്ന രീതിയിൽ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉണ്ണിയേട്ടൻ ഇവിടെ ഇല്ല എങ്കിൽ, ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിലാണെങ്കിലും കുഴപ്പമില്ല, അദ്ദേഹത്തിൽ കാണുന്ന ഒരു പോസിറ്റീവ് എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ മെച്ചപ്പെടുത്തണം തോന്നുന്ന ഒരു കാര്യം എന്താണ്? ഞാൻ വളരെ ബ്ലെസ്ഡ് ആണ് ആ കാര്യത്തിൽ. എനിക്ക് കിട്ടിയ ഹസ്ബൻഡ് ഒരു എന്താ പറയുക, അത്രയും ഞാൻ തൃപ്തയാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വൈസ്. എന്താ പറയുക, എല്ലാത്തിനോടും ഒരു വളരെ സത്യസന്ധനാണ് അദ്ദേഹം. ഓക്കെ, നമ്പർ 1. അതാണ് നമുക്ക് എന്താണ് ഒരു ആളിലൊരു ഒരു മാറ്റോടെ വരുത്തിയാൽ ഉണ്ണിയേട്ടൻ ശരിയായൊരു കുറച്ചുകൂടെ സ്റ്റൈലൈസ് ആവുമെന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം? അല്ല, എപ്പോഴും സിമ്പിൾ ആയിട്ടിരിക്കാൻ ആള്
ഏത് ഒക്കേഷൻ ആണെങ്കിലും സിമ്പിളായിട്ട് ഉണ്ണിയേട്ടൻ്റെ ഒരു നെഗറ്റീവ് അതാ പറഞ്ഞത്, ഏത് ഒക്കേഷൻ ആണെങ്കിലും സിമ്പിളായിട്ടാണ് അദ്ദേഹം പോവുക. അപ്പം ഞാൻ പറയും ഒന്നും കൂടി ഒന്ന് ഡ്രസ്സിലൊരു ചേഞ്ച് വരുത്തിക്കൂടെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം എന്തിനാണ് അതിന് ആവശ്യമില്ല, ഇങ്ങനെ മതി എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്ലൈ. നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ ഡ്രസ്സ് ചെയ്തോളൂ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ആണെന്നാണ് ഉണ്ണിയേട്ടൻ പറയാറ്. എങ്കിലും പലപ്പോഴും നിങ്ങൾ തമ്മിൽ ചെറിയ ശണ്ടകളൊക്കെ ഉണ്ടാകാറുണ്ട്. ആണോ? അതെന്താ അറിയോ, വീട്ടിൽ ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യില്ല. ചോദിച്ച പോയിന്റിലേക്ക് വന്നത് അവിടെയാണ്. പിന്നെ വെച്ചാൽ നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ രാവിലെ പോയിട്ട് രാത്രി വരുന്ന അത്രയും ലേറ്റ് ആയിട്ട് വരുന്ന ഒരു ഹസ്ബൻഡോട് ഈ വിഷയം നിങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടില്ലേ? അയ്യോ, കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ചർച്ച ചെയ്യുന്നതായിരുന്നു. ഈ കസിനെ കൊച്ചുനാൾ മുതൽ കാണുന്നതാണ് വിജിതേനെ. എന്താണ് വിജിതയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? വിജിത എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു വലിയൊരു ഗ്യാങ്ങാണ്. ഞങ്ങൾ എല്ലാ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒരു 6-7, ഞങ്ങൾ ആക്ച്വലി 7 ഉണ്ട്. ഞങ്ങളെ ആ ഗ്യാങ്ങിൽ ഞങ്ങളൊരു പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഗെറ്റ് ടുഗദർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിജിത വന്നില്ല അല്ലെങ്കിൽ വിജിത വരാൻ ലേറ്റായി എന്നുള്ളത് എല്ലാവർക്കും പെട്ടെന്ന് ഫീൽ ചെയ്യും. കാരണം വെച്ചാൽ വിജിത വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ ആകെ ചേഞ്ച് ആവും. ആ ഒരു പോസിറ്റീവ് എനർജി, അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് നമുക്ക് ആ ഗ്രൂപ്പിനെ മിങ്കിൾ ചെയ്യാനും എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് മാറ്റാനും. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡാൻസ്, പാട്ട് എല്ലാം ബാക്കി എല്ലാവരും എന്തെങ്കിലും ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കും. ഇവിടെ വന്നാൽ പിന്നെ ആലോചിക്കലൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് തുടങ്ങി പരിപാടിയാണ് ആകെ അതെ, ഞങ്ങളുടെ ഒരു മെയിൻ ത്രെഡാണ് എല്ലാത്തിൻ്റെയും. ജയലക്ഷ്മി കൂട്ടുകാരിയാണ്. എന്താണ് കൂട്ടുകാരിയെ കുറിച്ച് അഭിപ്രായം? കൂട്ടുകാരി ഭയങ്കര ഫീലിംഗ് ബേബിയാണ്. എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് വിഷമാവും. പക്ഷെ അതുപോലെ ഞാൻ ചെന്നൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ആൾ തിരിച്ചതേപോലെ വരും. പിന്നെ എക്സാമിൻ്റെ സമയത്താണ് ഭയങ്കര ഹെൽപ്ഫുള്ള്. സ്റ്റഡി ഹാള് ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോൾ വിജയ വരുന്നു നമുക്ക് മനസ്സിലാവും. വിജയ വരുമ്പോൾ പിന്നെ എല്ലാവരും എനർജറ്റിക് ആവും. പിന്നെ കുറച്ച് നേരം നമുക്ക് എൻ്റർടൈൻമെൻറ്റ്, പിന്നെ പഠിത്തം. മാന്യമായി നന്നായിട്ട് ഉഴപ്പുന്ന ആളാണ്. എല്ലാവരും കുഴപ്പമുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷേ പരീക്ഷ സമയത്ത് വരുമ്പോൾ മാന്യമായിട്ട് ഉഴപ്പുന്ന ആളാണ്. യെസ്, ഈ വിജയിലുള്ള ഒരു ചെറിയൊരു നെഗറ്റീവ് ക്വാളിറ്റി നമ്മൾ പറഞ്ഞല്ലോ, എന്താണത് ഹരി? വിജയുടെ നെഗറ്റീവ് ക്വാളിറ്റി, അവളൊരു കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്ത് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ പോലും അതിന് ശ്രദ്ധിക്കാത്തതായിരുന്നു. നമുക്ക് എനിക്കും പലപ്പോൾ നമ്മൾ ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള കാരണം പലപ്പോൾ തോന്നിയുള്ള കാര്യമാണ്. ഭയങ്കര ഇൻവോൾവ്മെന്റ് കുറച്ച് അധികം ഉണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് ഡാൻസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ. എപ്പോഴെങ്കിലും വിജയ് ഹരിയായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? എത്ര പ്രാവശ്യം വഴക്കുണ്ടാക്കി? ഞാൻ വഴക്കുണ്ടാക്കുന്നത് മെയിനായിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമാണ് മമ്മൂട്ടി ഫാൻ. അത് പ്രശ്നമാണ്. മോഹൻലാലാണല്ലേ? എല്ലാരും മോഹൻലാലാണ്. ഞാനാണെങ്കിൽ ഫൈറ്റ് ചെയ്ത് ഒരു എവിടെ എന്നാലും ഞാൻ വിട്ടുകൊടുക്കൊന്നുമില്ല. അതാണ് മെയിൻ ഫൈറ്റ്. അതാണ് അതൊരു ചില്ലറ ഫൈറ്റില്ല. നിങ്ങൾക്ക് പറയുമ്പോൾ ഇത് ഇത്ര സിമ്പിൾ കാര്യം തോന്നും, പക്ഷെ അതൊരു ഭയങ്കര ഫൈറ്റ് ആണ്. ആണോ? എന്നിട്ട് രാത്രി മുഴുവനും അന്ന് സമർത്ഥിക്കാൻ പറ്റാത്ത എടുത്തിട്ട് ഇത് നിന്റെ മമ്മൂട്ടി ചെയ്ത് നന്നാവോ, നീ ഒന്ന് ആലോചിക്ക്. ഞാൻ പറയും ഇത് നിങ്ങളുടെ മോഹൻലാൽ ചെയ്ത് നന്നാവോ, നിങ്ങൾ ആലോചിക്ക്. അതൊരു ഭയങ്കര ചണ്ടയാണ്. എന്നിട്ട് അത് മനസ്സിലൊരു ഭാരമായിട്ട് കൊണ്ടുനടക്കാറുണ്ടോ? ഭാരമൊന്നുമില്ല. ഇല്ല. ഓക്കെ, അതാ അപ്പൊ തീർന്നു. ഞാൻ ഹരിക്കാണ് ചോദിക്കാറ് ക്വസ്റ്റ്യൻ ടു യു. കുഞ്ഞിലെ മുതൽ അറിയാം എന്നുള്ള ഒരാളാണല്ലോ. അപ്പോൾ എന്തെങ്കിലും വിജിതയിൽ കുട്ടിക്കാലം മുതൽ അറിയാമെന്നുള്ളതുകൊണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഭാര്യയാണ്, അമ്മയാണ്. അപ്പോൾ എന്തെങ്കിലും വിജിതയുടെ ആസ് എ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ, യുനോ ഗ്രോയിങ് അപ്പ്, മെച്ചുവേർഡ്, അതിലെന്താണ് ഹരിക്ക് കുഞ്ഞിലേ മുതലുള്ളതിൽ ഇപ്പോഴും ആസ് എ പേഴ്സൺ വിജിതയിൽ കാണുന്ന ഒരു വ്യത്യാസം? കാരണം പണ്ട് ഞങ്ങൾ നാട്ടിലുള്ള സമയത്ത് ഒറ്റയ്ക്ക് സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് പോകാൻ പേടിയായിരുന്നു, കൊണ്ടുപോയില്ല. അപ്പോൾ നമ്മൾ ആരെങ്കിലും കൂടെ പോകും. അപ്പോൾ അവൾക്ക് ഡാൻസ് പഠിക്കാൻ കുറച്ച് ദൂരത്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കൂടെ പോകും. അങ്ങനെയൊക്കെ എപ്പോഴും പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവൾ ഒറ്റയ്ക്ക് അവളെ കുട്ടിയെ കൊണ്ട് ചെന്നൈയിൽ നിന്ന് ഒറ്റയ്ക്ക് ട്രെയിനിൽ വരുന്നു. അത്രത്തോളം ബോർഡായി, അത്രത്തോളം ഒരു മെച്ചൂരിറ്റി അവൾക്ക് വന്നു. ഞാനതിന് ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട് ചിലപ്പോൾ, നീ ഒറ്റയ്ക്ക് വരുമോ? അപ്പോൾ പറയുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വന്നോളാം, ട്രെയിനിലുണ്ടല്ലോ, ഇവിടെ വന്നാൽ എന്താ കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ അവളെ ചേഞ്ച് വന്നു. അത്ര ആ ഒരു ധൈര്യം അതൊക്കെ വന്നു ക്യാരക്ടറിൽ. ഇനി നമുക്ക് കേൾക്കാം ജഡ്ജസിന്റെ ഒരു അനാലിസിസ്. നമുക്ക് സിത്താര ചേച്ചിയിൽ നിന്നും തന്നെ തുടങ്ങാം. ചേച്ചി. വിജിത, ക്ലിപ്പിംഗ് കണ്ടതിലിരുന്നും സംസാരിച്ചതിലിരുന്നും യു ആർ എ വെരി പോസിറ്റീവ് ആൻഡ് എ വെരി ഡെഡിക്കേറ്റഡ് പേഴ്സൺ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. അതർവൈസ് യു ആർ ഗുഡ്. ആൻഡ് കിട്ടിയ സമയത്തിനുള്ളിൽ പെട്ടെന്ന് പറഞ്ഞു, ഇത്രയും ഫാസ്റ്റായിട്ട് സംസാരിക്കില്ലേ. എനിവേ ദാറ്റ്സ് ഓൾസോ വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. രഞ്ജിനിയായിട്ടുള്ള ഇൻറ്ററാക്ഷൻ വാസ് റിയലി ഗുഡ്. പിന്നെ ഇനി നമ്മുടെ ഇന്നത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ആദ്യത്തെ ആ 1 മിനിറ്റ് ചെയ്ത ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ബൈ മറ്റവരുടെ മനസ്സിൽ കയറിയിട്ടുള്ളൊരു സെൽഫ് ഇൻട്രൊഡക്ഷനാണ്. അത് വളരെ നന്നായിരുന്നു. അതിൻ്റെ നന്മ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇറ്റ് വാസ് വെരി കൊളോക്കിയൽ ആൻഡ് ഇറ്റ് വാസ് വെരി ഇൻഫോർമൽ എന്നുള്ള ഒരു പോയിൻ്റാണ് എനിക്ക് തോന്നിയത്.
രജിത ഇവിടത്തേക്ക് വേണ്ടി ഒരു ഫോർമലായി ഞാൻ എന്താ നന്നായിട്ട് വർത്തമാനം പറയുന്നു എന്നുള്ളത് പറയാതെ സാധാരണ സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിച്ചു, വിച്ച് ഇസ് റിയലി ഗുഡ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്, ഗിവ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. താങ്ക് യു. ഡോക്ടർ വിപിൻ, time for your analysis. എങ്ങനെയായാലും ആ ഉയർന്ന തലത്തിൽ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം അത് മനസ്സിൽ നന്നായിട്ടുണ്ട്. കുറ്റപ്പെടുത്തുന്നത് സഹിക്കൂല, അല്ലെങ്കിൽ കേൾക്കും കേൾക്കും, അത് മാറ്റാൻ ശ്രമിക്കും. അവിടെയാണ് അടുത്ത പോയിന്റ്. നിങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ഏത് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളി ഇൻവോൾവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ചെയ്യുന്ന കാര്യം അതിൽ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ വിജിതയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഡാൻസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അതിൽ ഇൻവോൾവ് ആയി നിൽക്കുന്ന സമയത്ത് മാത്രമേ ഈ ഒരു കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് അതിൽ വരുന്നുള്ളൂ. മറ്റാരെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് അത്ര ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നമ്മളെല്ലാവരും പറയുന്നത്, എല്ലാം കേൾക്കും. ബട്ട് നമുക്കിഷ്ടമുള്ളതും നമുക്ക് പ്രയോജനമുള്ളതുമായ കാര്യങ്ങൾ ആണെങ്കിൽ അത് പെർഫെക്റ്റ് ആക്കാനുള്ളൊരു കണ്ടിന്യൂസ് ശ്രമം അതിനകത്ത് വരുന്നുണ്ട്. കാരണം ഒരു പെർഫെക്ഷനിസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒളിച്ചിട്ടുണ്ട്. പക്ഷേ ലൈഫിൽ അത്ര പെർഫെക്ഷനിസ്റ്റ് അല്ല. ചില കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ചില ഐറ്റംസ് അല്ലെങ്കിൽ ആർട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു തലത്തിലാണ് പോവുക. അതോടൊപ്പം തന്നെ ഞാൻ നോട്ട് ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് സംസാരിക്കുക. അത് നമ്മൾ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. വളരെ ഓപ്പൺ ആണ്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഏതെങ്കിലും സ്ഥലത്ത് ചെല്ലുമ്പോൾ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആകുന്നുണ്ട്. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലും സംസാരിച്ചും ചിരികളൊക്കെ ആയിട്ടും അതങ്ങ് ഒതുക്കി കളയും, മറ്റുള്ളവർ മനസ്സിലും അത് തോന്നാത്ത രീതിയിൽ. പക്ഷേ അവിടെയും നമുക്കൊരു ഒരു ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആകണമെന്ന് മനസ്സിൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. തെറ്റല്ല, ഒന്നും തെറ്റല്ല. എങ്കിലും പേഴ്സണാലിറ്റി വളരെ നല്ല തുറന്നയാളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറച്ചുകൂടെ കേൾക്കാനും കുറച്ചുകൂടെ ക്ഷമാശീലത്തോടു കൂടി ഇടപെടാനും ഒക്കെ ഉള്ള ശ്രമങ്ങളുണ്ടെങ്കിൽ നല്ലൊരു രത്നമായിട്ട് മാറാൻ, വനിതകളിൽ ഉള്ള അഠിത്തമുള്ള ഒരാളായിട്ട് കൂടുതൽ മാറാനായിട്ട് സാധിക്കും. ആശംസകൾ. താങ്ക് യു വെരി മച്ച് ജഡ്ജസ്. ഇനി വിജിതയുടെ ഈ സെഗ്മെന്റിലെ മാർക്സ് നമുക്ക് കണ്ടെത്താം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. സെൻസിറ്റീവ് ബേബി ആണെന്ന് ഓൾറെഡി ജയലക്ഷ്മി പറഞ്ഞു. ഇവിടെ സെൻസിറ്റീവ് ആക്കരുത്. ഡോക്ടർ വിപിൻ, ഔട്ട് ഓഫ് 25. 21. 21. മുരളി ചേട്ടാ? ഡോക്ടർ മാർക്ക് കോപ്പി അടിച്ചതല്ല, പക്ഷേ എൻ്റെ മാർക്കും 21 തന്നെ. അരേ വാ. സിത്താര ചേച്ചി? 21. ഷോ. അപ്പോൾ വിജിത ടോട്ടൽ സ്കോർ 63. 63. കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അധികമൊന്നും ആയിട്ടില്ല നമ്മളുടെ ഈ ഒരു ഷോ. പക്ഷേ സന്തുഷ്ടമല്ലേ, ഹാപ്പി അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അടുത്ത റൗണ്ടിൽ കാണാം. ഒരു ഡാൻസ് ഒക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്, തനി രൂപത്തിൽ, വിശ്വരൂപത്തിൽ. അതുവരെ താങ്ക് യു വെരി മച്ച്. സീ യു ലേറ്റർ. താങ്ക് യു ഹരി, താങ്ക് യു ജയലക്ഷ്മി.